കഴിഞ്ഞ ഒരു 5 വർഷമായിട്ട് നമ്മുടെ മാർക്കറ്റിൽ, ക്രിപ്റ്റോ മാർക്കറ്റിൽ നിലനിന്ന് പോകുന്ന, നല്ല പ്രോഫിറ്റബിൾ ആയിട്ട് നിലനിന്ന് പോകുന്ന ഒരു സോഫ്റ്റ്വെയർ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. നിങ്ങൾക്ക് കൂടുതൽ പല ആൾക്കാർക്കും അറിയായിരിക്കും. ഞാൻ കഴിഞ്ഞ ഒരു 3 years അപ്പോ ഞാൻ അത് യൂസ് ചെയ്യുന്നുണ്ട്. ഞാൻ അതിൽ പ്രോഫിറ്റബിൾ ആണ്. അതിന്റെ അഫിലിയേഷൻ സൈഡ് ആവട്ടെ, ട്രേഡിംഗ് സൈഡ് ആവട്ടെ, രണ്ടിലും ഞാൻ വളരെ ഹാപ്പിയാണ്. ട്രെൻഡെക്സ്, അതെ, ട്രെൻഡെക്സ് AI നിങ്ങൾക്ക് എല്ലാവർക്കും അല്ല, നിങ്ങൾ പലർക്കും അറിയാവുന്ന ഒരു സോഫ്റ്റ്വെയർ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ അതിന്റെ കുറച്ച് സാധ്യതകൾ, അല്ലെങ്കിൽ അതിനെ കുറിച്ച് ഒരു വിശദീകരണം നൽകാനാണ് ഞാൻ ഈ ഒരു വീഡിയോ ഉദ്ദേശിക്കുന്നത്. ഫസ്റ്റ് ഓഫ് ആൾ, നമ്മുടെ ട്രേഡിംഗ്, ഈ ക്രിപ്റ്റോ മാർക്കറ്റ്, ട്രേഡിംഗ് സംബന്ധമായ കാര്യങ്ങൾ ഫുള്ളി സ്കാം ആണ് അല്ലെങ്കിൽ തട്ടിപ്പാണ് എന്നുള്ളൊരു ചിന്ത, ആ ഒരു മൈൻഡ് സെറ്റ് നിങ്ങൾ മാറ്റി വയ്ക്കുക പൂർണ്ണമായിട്ടും. നമ്മുടെ റിയൽ ബിസിനസ്സിലും പല രീതിക്ക് നമ്മൾ പറ്റിക്കപ്പെട്ടേക്കാം. അതേപോലെ നമ്മുടെ ട്രേഡിംഗ്, ഓൺലൈൻ ട്രേഡിംഗിലാവട്ടെ, നെറ്റ്വർക്കിംഗിലാവട്ടെ, അതിന്റെ ഓരോ പ്രൊജക്റ്റുകളുണ്ട്. ഓരോ പ്രൊജക്റ്റുകൾ നമ്മൾ തട്ടിപ്പാണോ അല്ലയോ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അത് തട്ടിപ്പാണോ അല്ലയോ മനസ്സിലാക്കി കടന്നു വരിക. അല്ലാതെ എല്ലാ പ്രൊജക്റ്റും പോട്ടെ, അല്ലെങ്കിൽ ട്രേഡിംഗ് ആവട്ടെ, ഈ മാർക്കറ്റ്, ക്രിപ്റ്റോ മാർക്കറ്റ് ആവട്ടെ, എല്ലാം തട്ടിപ്പാണ് എന്നുള്ള ഒരു മൈൻഡ് സെറ്റ്, അല്ലെങ്കിൽ ആ ഒരു പേടി നിങ്ങൾ മാറ്റിയിരിക്കുക. ബിഗിനേഴ്സിനോടാണ് ഞാൻ പറയുന്നത്. ഓൾറെഡി ട്രേഡിംഗ് മേഖലയിൽ നിൽക്കുന്ന ആൾക്കാർക്ക് വ്യക്തമായിട്ട് ഇതിനൊരു ധാരണ കാണും. പക്ഷെ ബിഗിനേഴ്സിന് ഇതിന്റെ ഒരു ധാരണ കാണത്തില്ല. അതാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ ആ ഒരു മൈൻഡ് സെറ്റ് മാറ്റി വയ്ക്കുക. നിങ്ങൾ ഇതിനെക്കുറിച്ച് പഠിക്കുക, നല്ലപോലെ പഠിച്ച് മുന്നോട്ട് ഇറങ്ങുക. പേടിച്ച് മാറി നിൽക്കരുത്. നിങ്ങൾക്ക് അവസരങ്ങളാണ് നഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് ഒരിക്കലും പേടിച്ച് മാറി നിൽക്കരുത്. നിങ്ങൾ പഠിക്കുക, മുന്നോട്ട് ഇറങ്ങുക. നമ്മുടെ ഈ പ്രോജക്റ്റ്, നമ്മുടെ ഈ ഒരു സോഫ്റ്റ്വെയർ മൊത്തം 6 സ്ട്രാറ്റജീസ് ആണ് നമുക്ക് മുന്നിൽ തരുന്നത്. അതായത് നമ്മുടെ ക്രിപ്റ്റോ മാർക്കറ്റിൽ, ഫ്യൂച്ചേഴ്സിലാവട്ടെ, സ്പോട്ട് ട്രേഡിംഗിലാവട്ടെ, രണ്ടിലും പല രീതിക്ക് മാറി എടുക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ മാർക്കറ്റിന് അനുയോജ്യമായി, മാർക്കറ്റിന്റെ സാഹചര്യം അനുസരിച്ച് നമുക്ക് 6 സ്ട്രാറ്റജീസ്, 6 ബോട്ടുകളാണ്, 6 AI ബോട്ടുകളാണ് നമുക്ക് ട്രേഡ് എടുത്ത് തരുന്നത്. നമ്മളൊന്നും അറിയണ്ട. ട്രേഡിങ്ങിനെ കുറിച്ച് യാതൊരു A to Z കാര്യങ്ങൾ പഠിക്കേണ്ട ആവശ്യം തന്നെ ഇല്ല. നിങ്ങൾക്ക് ഫസ്റ്റ് ഡേ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം അക്കൗണ്ടിൽ, സ്വന്തം ബിനാൻസ് അക്കൗണ്ടിൽ നിങ്ങൾക്ക് ട്രേഡ് എടുത്ത് തുടങ്ങാം. ഈ ഒരു ബോട്ട് കണക്ട് ചെയ്തിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് യാതൊരു കാര്യം അറിയണ്ട. വിത്ത് ദി ഹെൽപ്പ് ഓഫ് അവർ ടീം, നമ്മുടെ ടീമിന്റെ ഹെൽപ്പോട് കൂടി നമ്മൾ കാര്യങ്ങൾ ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരും. അതിനുശേഷം നിങ്ങളുടെ സ്വന്തം ബിനാൻസ് അക്കൗണ്ടിൽ നമ്മുടെ ഈ സോഫ്റ്റ്വെയർ, ഈ ഒരു AI ബോട്ട് കണക്ട് ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ സ്വന്തം അക്കൗണ്ടിൽ, നിങ്ങളുടെ തേർഡ് പാർട്ടിക്ക് ഒരിക്കലും നിങ്ങൾ ഫണ്ട് കൊടുക്കുന്നില്ല. നിങ്ങളുടെ ക്യാപിറ്റൽ പൂർണ്ണമായും നിങ്ങളുടെ ബിനാൻസ് അക്കൗണ്ടിൽ കീപ്പ് ചെയ്തുകൊണ്ട് ഈ ഒരു സോഫ്റ്റ്വെയർ നിങ്ങളുടെ ബിനാൻസ് അക്കൗണ്ടിൽ ബൈൻഡിങ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ആ ഒരു ബൈൻഡിങ് ഓപ്ഷൻ ത്രൂ ഈ സോഫ്റ്റ്വെയർ നിങ്ങളുടെ ബിനാൻസിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ, നിങ്ങളുടെ ബിനാൻസിൽ ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ മിനിമം $100, $100 ആയാലും മതി. ആ ഒരു $100 വെച്ച് നിങ്ങളുടെ ക്യാപിറ്റലിന്റെ മൂന്നിലൊന്ന് മാത്രം എടുത്തായിരിക്കും ട്രേഡ് എടുക്കുന്നത്. അതായത് കറക്റ്റ് സ്റ്റോപ്പ് ലോസ് വെച്ച്, അല്ലെങ്കിൽ ടാർഗറ്റ് വെച്ച് കൃത്യമായ ഒരു ട്രേഡ് എക്സിക്യൂട്ട് ആയിരിക്കും അവിടെ നടക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഫണ്ട്, നിങ്ങളുടെ ക്യാപിറ്റൽ ആരെങ്കിലും പറ്റിച്ചുകൊണ്ട് പോകുന്നുള്ള പേടിയോ, രണ്ട് ഭയമാണ് നമുക്ക് ഇതിൽ വരുന്നത്. അതായത് നമ്മുടെ ക്യാപിറ്റൽ ഫണ്ട് അത് ആരെങ്കിലും പറ്റിച്ചുകൊണ്ട് പോകും. അതൊരിക്കലും നിങ്ങൾക്ക് അങ്ങനെ ഒരു പേടി നിങ്ങൾക്ക് വേണ്ട. കാരണം നിങ്ങളുടെ സ്വന്തം ബിനാൻസ് അക്കൗണ്ടിൽ, നിങ്ങളുടെ ഓൺ അക്കൗണ്ടിലാണ് നിങ്ങൾ ക്യാപിറ്റൽ കീപ്പ് ചെയ്യുന്നത്. രണ്ടാമത്തെ ഒരു ഭയം എന്ന് പറയുന്നത്, നമ്മുടെ അക്കൗണ്ട്, അതായത് നമ്മുടെ ക്യാപിറ്റൽ ട്രേഡിംഗ് ത്രൂ വാഷ് ഔട്ട് ആയി പോകും, അതായത് വലിയ ലോസ് സംഭവിക്കൂ എന്നുള്ളൊരു പേടി. ആ പേടി നിങ്ങൾക്ക് വേണ്ട. കാരണം ഇതിൽ ഒരു കൃത്യമായ സ്റ്റോപ്പ് ലോസ്, റിസ്ക് റേഷ്യോ, അതായത് 1:3 എന്ന റേഷ്യോ, വളരെ ചെറിയ റിസ്ക് റേഷ്യോ വെച്ചാണ് ട്രേഡ് എടുക്കുന്നത്. അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ ക്യാപിറ്റലിന്റെ 1/3 മാത്രം ട്രേഡിംഗ് ക്യാപിറ്റലായിട്ട് യൂസ് ചെയ്തിട്ട് അതിൽ കൃത്യമായ സ്റ്റോപ്പ് ലോസ്, വലിയൊരു ലോസ് നമുക്ക് വരാതിരിക്കാൻ, അല്ലെങ്കിൽ മാർക്കറ്റ് നമുക്ക് അൺപ്രഡിക്റ്റബിൾ ആയിട്ട് മാർക്കറ്റ് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ അത് ചെറിയൊരു ലോസിൽ അത് അവിടെ എൻഡ് ആക്കി ആ ട്രേഡ് എക്സിറ്റ് ആവുകയും നമുക്ക് പ്രോഫിറ്റ് കിട്ടുവാണെങ്കിൽ, നമ്മുടെ പ്രോഫിറ്റിലും അത് നിശ്ചിത ഒരു പ്രോഫിറ്റ്, അത് നമുക്ക് വലിയൊരു എത്ര കിട്ടിയാലും മതിയാവാത്ത, അങ്ങനെ ഒരിക്കലും അങ്ങനെ ഒരു സ്ട്രാറ്റജി അല്ല. അത് ഒരു ഹ്യൂജ് പ്രോഫിറ്റ് നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്ന ഒരു സ്ട്രാറ്റജി എന്ന് ഞാൻ പറഞ്ഞില്ല. പക്ഷേ നിങ്ങൾ പ്രോഫിറ്റബിൾ ആയിരിക്കും. അതായത് ചെറിയ ഒരു മാർജിൻ വെച്ചിട്ട് നിങ്ങൾക്ക് അത്യാവശ്യം കുഴപ്പമില്ലാതെ ഒരു പ്രോഫിറ്റ് എടുത്ത് പോകാൻ പറ്റുന്ന ഒരു ബെറ്റർ ഓപ്ഷനാണ്, AI ബോട്ട് ഓപ്ഷനാണ് ഈ ഒരു ട്രെൻഡെക്സ് എന്ന് പറയുന്നത്. നിങ്ങൾക്കറിയാം, മാർക്കറ്റിൽ നിലവിൽ പല AI ബോട്ടുകളും വന്നതാണ്. പല ആൾക്കാരും ഇത് പർച്ചേസ് ചെയ്തതാണ്. $500, $600 കൊടുത്ത് പല ബോട്ടുകൾ പർച്ചേസ് ചെയ്തിട്ട് ആ ബോട്ടിന്റെ പെർഫോമൻസ് പോരാ, അല്ലെങ്കിൽ ആ ബോട്ട് ഒരു 6 months കഴിയുമ്പോൾ അത് വാനിഷ് ആയി പോകുന്ന ആ ഒരു രീതിയാണ് കാണാൻ സാധിക്കുന്നത്. പക്ഷെ ഒരിക്കലും ലാസ്റ്റ് 5 years ആയിട്ട്
മാർക്കറ്റിൽ എല്ലാ ഇയറും എല്ലാ വർഷവും ഇത് വരുമ്പോൾ ആദ്യം ഞാൻ ആദ്യം മുതൽ ഈ ഒരു ബോട്ട് സബ്സ്ക്രിപ്ഷൻ ചെയ്ത ഒരു വ്യക്തിയാണ്. എനിക്കറിയാം ആദ്യം വരുമ്പോൾ വെറും ഒരു സ്ട്രാറ്റജി DCA നമ്മുടെ സ്പോട്ട് ട്രേഡിംഗ് മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരു സ്ട്രാറ്റജി മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഇയർ ബൈ ഇയർ പതുക്കെ അപ്ഡേറ്റ് ചെയ്ത് ഇപ്പൊ ടോട്ടൽ 6 to 7 8 ബോട്ടുകളാണ് നിലവിൽ ഈ ഒരൊറ്റ സബ്സ്ക്രിപ്ഷനിൽ കിട്ടുന്നത്. ഇയർ ബൈ ഇയർ ആണ് പതിയെയാണ് അപ്ഡേറ്റ് ചെയ്ത് ഇത്രയും കൊണ്ടെത്തിച്ചത്. അതായത് ഓരോ വർഷവും ഇതിന്റെ പെർഫോമൻസ് ബോട്ടിന്റെ അല്ലെങ്കിൽ സോഫ്റ്റ്വെയറിന്റെ പെർഫോമൻസ് കൂടി വരികയാണ് ചെയ്യുന്നത്, അല്ലാതെ വാനിഷ് ആവുകയോ അല്ലെങ്കിൽ ലോസ്. ഇപ്പോൾ ഒരു ബോട്ടിന് നമുക്ക് പെർഫോമൻസ് ഒരു നിശ്ചിത മാർക്കറ്റിന്റെ ഒരു നിശ്ചിത സമയത്തിൽ ഒരു ബോട്ടിന് നമുക്ക് പെർഫോമൻസ് കുറവാണ്, നമുക്ക് പ്രോഫിറ്റ് കുറവാണെങ്കിൽ നമുക്ക് മറ്റൊരു ഓപ്ഷൻ ഉണ്ട്. മറ്റൊരു ബോട്ട്, അതായത് ഈ സ്ട്രാറ്റജിയിൽ തന്നെ രണ്ടാമത്തെയോ മൂന്നാമത്തെയോ സ്ട്രാറ്റജി നമുക്ക് യൂസ് ചെയ്യാം. സ്ട്രാറ്റജി ബോട്ട് നമുക്ക് യൂസ് ചെയ്ത് നമുക്ക് പ്രോഫിറ്റബിൾ ആവും. മാർക്കറ്റിന്റെ സിറ്റുവേഷൻ അനുസരിച്ച് നമുക്ക് മാറ്റി ഉപയോഗിച്ച് പ്രോഫിറ്റ് എടുക്കാം എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. ഞാൻ പറയില്ല, നിങ്ങൾക്ക് ഇതിൽ പേടിക്കേണ്ട ഈ ഒരു അല്ലെങ്കിൽ ഈ ഒരു ട്രേഡിങ്ങിൽ നമുക്ക് കൂടുതൽ നമ്മൾ ഇതിനെക്കുറിച്ച് വറീഡ് ആവുന്ന രണ്ട് കാര്യങ്ങളാണ് നമ്മുടെ ഫണ്ട് പോകുക എന്നുള്ളത്. നിങ്ങളുടെ ഫണ്ട്, ക്യാപിറ്റൽ ഫണ്ട് ഒരിക്കലും ഒരു തേർഡ് പാർട്ടിയിലേക്ക് കൊടുത്തിട്ട്, ഒരു തേർഡ് പാർട്ടി യൂസറിന്റെ കൊടുത്തിട്ട് നിങ്ങൾ ഒരിക്കലും ട്രേഡ് ചെയ്യരുത്. അങ്ങനെ തന്നെ ഞാൻ പറയും, ഒരിക്കലും ഒരു തേർഡ് പാർട്ടി യൂസറിന്റെ നിങ്ങളുടെ ഫണ്ട് കൊടുത്തിട്ട് ട്രേഡിങ് ചെയ്യുക എന്നുള്ളത് വളരെ റിസ്ക് ഫാക്ടറാണ്. ഇത് ഒരിക്കലും തേർഡ് പാർട്ടിയുടെ കയ്യിലല്ല കൊടുക്കുന്നത്, നിങ്ങളുടെ ഓൺ ഫിനാൻസ് വാലറ്റിലാണ് ഫണ്ട് ക്യാപിറ്റൽ കീപ്പ് ചെയ്യുന്നത്. അതേപോലെ മുന്നേ ഞാൻ മെൻഷൻ ചെയ്ത പോലെ ലോസ് സംഭവിച്ചേക്കാമോ എന്നുള്ള ചോദ്യം, കൃത്യമായ സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്താണ് എല്ലാ ട്രേഡും എക്സിക്യൂട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് ലോസ് സംഭവിച്ചാൽ തന്നെ നിശ്ചിതമായ ഒരു റിസ്ക് റിവാർഡ്, നിശ്ചിതമായ ഒരു കണക്കിൽ മാത്രമേ ലോസ് സംഭവിക്കത്തുള്ളൂ. അതായത് ഒരുപാട് വാഷ് ഔട്ടായി പോകുന്ന ഒരു സിറ്റുവേഷന് ഇതുവരെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് പ്ലസ് പോയിന്റ്. ഞാൻ നിങ്ങൾക്ക് നമ്മുടെ ഇന്റർഫേസ് ഞാൻ കാണിച്ചു തരാം. നിങ്ങൾക്ക് ഇവിടെ കണ്ടാൽ അറിയാം, ഇതാണ് നമ്മുടെ ട്രെൻഡെക്സിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും, അതായത് നിങ്ങൾക്ക് ഇവിടെ കാണാം, ഇവിടെ ഓരോ സ്ട്രാറ്റജീസ് നിങ്ങൾക്ക് ഇവിടെ കാണാം. DCA, ആൽഫ, സെനോ, കാൻഡിൽസ്, സെനോ 3x. ഇതായത് ക്വാൺ ബോട്ട്. ഇതാണ് ഇപ്പൊ നിലവിൽ ഈ ബോട്ടാണ് നിലവിൽ ഇപ്പോ കൂടുതൽ പ്രോഫിറ്റ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു ബോട്ട് ഇതാണ്. എല്ലാ ബോട്ടിനും അതിൻ്റെതായ ഒരു പെർഫോമൻസ് ഉണ്ട്. നിലവിലെ മാർക്കറ്റ് വെച്ച് നമുക്ക് ഈ ഒരു ബോട്ടിലാണ് നമുക്ക് കൂടുതൽ പ്രോഫിറ്റ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോ ഞാൻ പറഞ്ഞതുപോലെ മാർക്കറ്റിന്റെ സിറ്റുവേഷൻസ് വെച്ച് ഇപ്പൊ നിലവിൽ ഞാൻ പറഞ്ഞ ആ കോൺ ബോട്ട്, ഈ കോൺ ബോട്ടിന്റെ ഒരു പ്രത്യേകത, അല്ലെങ്കിൽ ഈ കോൺ ബോട്ടാണ് നിലവിലെ ഹൈ പ്രോഫിറ്റ് എന്ന് പറയാൻ കാരണം നമ്മുടെ ഗോൾഡിന്റെ ബാക്കപ്പ് ഉള്ള കോയിനായ PXGയിലാണ് ഈ ബോട്ട് ട്രേഡ് എടുക്കുന്നത്. അപ്പോൾ ഗോൾഡിന്റെ ബാക്ക്, അതായത് നമുക്കറിയാം BTC ബിറ്റ്കോയിന്റെ ബാക്കപ്പിൽ അൾട്ട് കോയിൻസ് BTCയിൽ ഇപ്പോൾ വലിയ ക്രാഷുകൾ സംഭവിക്കുന്നു. അപ്പോൾ അതിന്റെ കൂടെ തന്നെ അൾട്ട് കോയിൻസും ആ ഒരു പാറ്റേൺ, അതായത് ക്രാഷ് സംഭവിക്കുന്നു. പക്ഷേ നിങ്ങൾക്ക് ആ ഒരു പോയിന്റ് ശ്രദ്ധിച്ചാൽ അറിയാം, നമ്മുടെ ഗോൾഡ് നിങ്ങൾക്കറിയാലോ സ്റ്റേബിൾ ആണ്. നമ്മുടെ ക്രിപ്റ്റോ വെച്ച് നോക്കുവാണെങ്കിൽ എന്നാലും വളരെ വലിയൊരു മാർക്കറ്റ് ക്യാപ്പ് ഉള്ള ഗോൾഡ് അതിന്റെ ബാക്കപ്പിൽ റൺ ചെയ്യുന്ന ഒരു കോയിനാണിത്. അപ്പോൾ അതുകൊണ്ട് ഈ BTCയിൽ വരുന്ന വലിയ ക്രാഷസ് ഇതിൽ നമുക്ക് വളരെ വലുതായിട്ട് ബാധിക്കുന്നില്ല. അപ്പൊ എല്ലാ യൂസേഴ്സും കൂടുതൽ യൂസ് ചെയ്യുന്നത് ഈ കോൺ ബോട്ടാണ്. പക്ഷേ മറ്റുള്ള ബോട്ടുകൾ പെർഫോമൻസ് ഇല്ല എന്നല്ല, അത് മാർക്കറ്റിന്റെ സാഹചര്യം അനുസരിച്ച് നമ്മൾ തന്നെ സജസ്റ്റ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് അത് അനുസരിച്ച് മാറ്റി നിങ്ങൾക്ക് ഈ 7 സ്ട്രാറ്റജീസ്, ഈ 7 ബോട്ടുകൾ നിന്ന് യൂസ് ചെയ്യാം. അപ്പോൾ ഇപ്പോഴത്തെ ഒരു മാർക്കറ്റിൽ ഇങ്ങനെ ഈ ഒരു 5 വർഷം ഇങ്ങനെ ഒരു ബോട്ട് നിലനിന്ന് പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയ കാര്യമല്ല. ഞാൻ ട്രസ്റ്റ് ചെയ്യുന്നു. മീൻസ് ഞാൻ 3 years ആയി, 3 years അല്ല, നിയർ ബൈ 4 years ആയിട്ട് ഞാൻ ഇത് യൂസ് ചെയ്യുന്നുണ്ട്. ഇതിനൊരു അഫിലിയേഷൻ സൈഡ് ഉണ്ട്, അത് ഞാനൊരു അടുത്ത വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് അത് ക്ലിയർ ആക്കി തരാം. അപ്പോൾ ഏകദേശം എന്നെ കൊണ്ട് കഴിയുന്ന രീതിക്ക് ഞാൻ നിങ്ങൾക്ക് ഈ ട്രെൻഡെക്സ് ബോട്ടിനെ കുറിച്ച് നിങ്ങൾക്ക് ഒരു ഇന്റർഫേസ് തന്നു എന്നാണ് വിശ്വാസം. അടുത്ത വീഡിയോയിൽ അഫിലിയേഷൻ സൈഡായിട്ട് നമുക്ക് കാണാം. ഓക്കെ, സീ യു.